الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. اللهم اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ ഉസൂലു സലാസയുടെ 8ാമത്തെ ക്ലാസ്സിനാണ് നാം ഈ രാത്രി ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുവാൻ വേണ്ടിയാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ ഇരുത്തത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പലപ്പോഴും നാം ഓർമ്മിപ്പിക്കാറുണ്ട്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് വർഷിക്കുന്ന, റഹ്മത്തിൻ്റെ മലക്കുകൾ വലയം ചെയ്യുന്ന ഒരു മഹത്തായ സദസ്സാണിത്. പാപങ്ങൾ പൊറുക്കപ്പെടുന്ന, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ഉപകാരപ്രദമായ വിജ്ഞാനം പഠിക്കാൻ പറ്റുന്ന, അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്കുള്ള പാത അള്ളാഹു എളുപ്പമാക്കുന്ന വിജ്ഞാനത്തിൻ്റെ സദസ്സാണ്. അപ്പോൾ ഇതുപോലെയുള്ള സദസ്സുകളിൽ നാം സഹകരിക്കുകയും സംബന്ധിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. അല്ലാഹു തആല ഉപകാരപ്രദമായ നാഫിആയ ഇൽമ് പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? അൻവാഉൽ ഇബാദയാണ്. അത് കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഇൻഷാ അല്ലാഹ് ഇന്നത്തോടെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അൻവാഉൽ ഇബാദ, ഇബാദത്തിൻ്റെ അർത്ഥം നാം പഠിച്ചു, അതിന് തെളിവും പഠിച്ചു. അതിൻ്റെ വ്യത്യസ്ത ഇനങ്ങളാണ് പിന്നീട് നാം ചർച്ച ചെയ്തത്. അൻവാഉൽ ഇബാദ, അതിൽ നമ്മൾ പഠിച്ചതാണ് ഏറ്റവും മുഖ്യമായത് എന്താണ്? അദ്ദുആ, പ്രാർത്ഥന. ആ ദുആഇൻ്റെ ഇനങ്ങളും നാം പഠിച്ചു കഴിഞ്ഞാണ്. ദുആ ഉൽ മസ്അല, ദുആ ഉൽ ഇബാദ. അത് കഴിഞ്ഞിട്ട് ശേഷം പല കർമ്മങ്ങളും, ഇസ്ലാം കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ, ഇഹ്സാൻ എന്താണെന്ന് നാം പഠിച്ചു. അങ്ങനെ പല ഇനങ്ങളും കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നാം ചർച്ച ചെയ്താണ്. അൽ ഖൗഫ്, റഹബ, അൽ ഖശ്യ, അല്ലേ? അതിൻ്റെ വ്യത്യാസങ്ങളും നാം ചർച്ച ചെയ്തു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഖൗഫും ഖശ്യയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? രണ്ടും ഭയം എന്ന് നമുക്ക് പൊതുവായി അർത്ഥം കൊടുക്കാം. പക്ഷെ എന്താണ് സൂക്ഷ്മമായ വ്യത്യാസം? അൽ ഖശ്യത്തു, അതെ അതെ, അഹ്സൻത്, അതാണ് അതിൻ്റെ അർത്ഥം, വ്യത്യാസം. അൽ ഖശ്യ, അൽ ഖൗഫ് രണ്ടും എന്താണ്? ഭയമാണ്. പക്ഷേ അള്ളാഹുവിനെ ഖശ്യത്ത് ചെയ്തു, യഖ്ഷല്ലാഹ് അല്ലെങ്കിൽ ഖശിയല്ലാഹ് എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹുവിനെ ഭയക്കുക എന്ന കേവലം ആ ഭയം മാത്രമല്ല, മറിച്ച് അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ അറിയുന്നതോടൊപ്പമുള്ള ഭയത്തിനാണ് എന്ത് പറയുക? ഖശ്യ എന്ന് പറയുക. അതുകൊണ്ട് തന്നെ ഖുർആനിൽ അല്ലാഹു തആല അവനെ യഥാർത്ഥ രൂപത്തിൽ ഭയക്കുന്നവരെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പം ആരെ എടുത്തു പറഞ്ഞത്? പണ്ഡിതന്മാരെ. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിൻ്റെ ദാസന്മാരിൽ അള്ളാഹുവിനെ ഭയക്കുന്നവർ ആരാകുന്നു? പണ്ഡിതന്മാരാകുന്നു, ഉലമാക്കളാകുന്നു. അപ്പോൾ അതാണ് ഈ അൽ ഖൗഫും അൽ ഖശി തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ നമ്മൾ പല
ഇബാദത്തിൻ്റെ അൽ ഖശ്യ അൽ ഖൗഫ് രണ്ടും എന്താണ്? അള്ളാഹു സമർപ്പിക്കേണ്ട ഇബാദത്താണ്. പിന്നെ നാം പഠിച്ചതാണ് എപ്പോഴാണ് ഭയം ഇബാദത്താവുന്നത്, അല്ലേ? അതായത് ഭയം സൃഷ്ടികൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ, സൃഷ്ടികളെ ഭയന്നു കഴിഞ്ഞാൽ ഏത് ഇനത്തിലുള്ള ഭയമാകുന്നു ശിർക്ക്? കാര്യകാരണങ്ങൾക്ക് അതീതമായി ഒരു സൃഷ്ടിയെ ഭയന്നു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് മാത്രം കഴിവുള്ള കാര്യങ്ങൾ നമ്മൾ സൃഷ്ടികളോട് ചോദിച്ചാൽ, ഉദാഹരണമായി ഹിദായത്ത് ആരാണ് നൽകുന്നത്? അല്ലാഹുവാണ്. മരിച്ച മഹാന്മാരോട് ഞങ്ങൾക്ക് നിങ്ങൾ ഹിദായത്ത് നൽകണമെന്ന് പ്രാർത്ഥിച്ചാലോ? ശിർക്കായി മാറി. അതേപോലെ തന്നെ ഈ കാര്യകാരണങ്ങൾക്ക് അതീതമായ ഖൗഫ് എന്ന് പറയുമ്പോൾ മരിച്ചവരോട് ഇപ്പോൾ മുരീദന്മാർ തരീഖത്തിൻ്റെ ഷെയ്ഖിമാരെ ഭയക്കുക, മരിച്ചുപോയ ആ മഹാന്മാരെ ഭയക്കുക, പേടിക്കുക. എൻ്റെ ഷെയ്ഖ് മരണപ്പെട്ടു കഴിഞ്ഞാലും ഞാൻ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എന്നോട് കോപമുണ്ടാവും എന്ന് പറയുമ്പോൾ മരിച്ചു കഴിഞ്ഞാലും ഷെയ്ഖുമാർ അല്ലെങ്കിൽ മരിച്ചുപോയ മഹാന്മാർ എൻ്റെ പ്രവർത്തനത്തെ വീക്ഷിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കും ഇസ്തിഗാസ, ഇസ്തിആനത്തൊക്കെ പഠിക്കുമ്പോൾ എത്രത്തോളം ഈ ശിർക്കൻ വിശ്വാസം ഇവിടെ ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. അതായത് പലപ്പോഴും അങ്ങനെ ഒരു വിശ്വാസം അത് സാങ്കല്പികമാണ്, അങ്ങനത്തെ ഒരു ശിർക്കൻ വിശ്വാസമൊന്നും യഥാർത്ഥത്തിൽ ഇല്ല എന്നാണ് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അള്ളാഹുവിൻ്റെ പ്രത്യേകതകൾ, ചില സിഫാറ്റുകൾ മരിച്ചുപോയ മഹാന്മാർക്ക് ഉണ്ട് എന്ന വിശ്വാസം അത് യാഥാർത്ഥ്യമാണ്, അത് ഉള്ളതാണ്. അങ്ങനെയുള്ള ഒരു പിഴച്ച വിഭാഗം ഉണ്ട് എന്നത് സത്യമാണ്. അതിനെക്കുറിച്ച് ചില ഉദാഹരണങ്ങൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നമ്മൾ അവസാനം നിർത്തിവെച്ചത് ഏത് ഇനത്തിലാണ്? ഓർമ്മയുണ്ടോ? അതായത് തവക്കുൽ കഴിഞ്ഞ് റഹ്ബ, ഖുശൂഅ് കീഴ്വണക്കം, പിന്നെ ഖശ്യ പഠിച്ചു. അൽ ഇനാബ പഠിച്ചോ? ഇല്ല, അവിടെയാണ് നാം നിർത്തിയത്. വദലീലുൽ ഇനാബത്തി, ശൈഖ് പറയാണ്, വദലീലുൽ ഇനാബത്തി ഖൗലുഹു തആല വ അനീബു ഇലാ റബ്ബിക്കും വ അസ്ലിമു ലഹു. അതായത് നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുക. ഇനാബത്തിൻ്റെ ഭാഷാർത്ഥം എന്താണ്? റുജൂഉ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് മടങ്ങുക എന്ന്. അല്പം കൂടി നാം വ്യക്തമാക്കുകയാണെങ്കിൽ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. വ അസ്ലിമു ലഹു, നിങ്ങൾ അള്ളാഹുവിൻ കീഴ്പ്പെടുകയും ചെയ്യുക. അതാണ് വ അസ്ലിമു ലഹു എന്നതിൻ്റെ അർത്ഥം. ഇത് സൂറത്തുൽ സുമറിലെ 54-ാമത്തെ ആയത്ത്. അപ്പോൾ ഇവിടെ ചോദ്യം, ഇനാബത്തിന് തൗബ പശ്ചാത്താപം എന്ന അർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് പിന്നീട് തൗബയും ഇനാബയും തമ്മിലുള്ള ആ ചെറിയ വ്യത്യാസം എന്താണ്? ഒരു വ്യത്യാസമുണ്ട്. തൗബയും ഇനാബത്തും പൊതുവായി നമുക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക എന്ന അർത്ഥം കൊടുക്കാമെങ്കിലും ഇനാബത്തിന് ഒരു വിശേഷമായ അർത്ഥമുണ്ട്. എന്താണത്? ഖാസായ ഒരു അർത്ഥമുണ്ട്. അതായത് തൗബ ചെയ്യുന്നതോടൊപ്പം, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നതോടൊപ്പം സൽക്കർമ്മങ്ങളിൽ നാം മുന്നേറുക, സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് നാം അടുക്കുക. അഥവാ തൗബത്തുൻ മഅൽ ഇഖ്ബാലി അലല്ലാഹി ബിത്താഅത്ത്. അതാണ് എന്ത്? തൗബയും ഇനാബയും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് തന്നെ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ ഒരു കാര്യമാണല്ലോ, അതായത് സ്വർഗം ആർക്കാണുള്ളത്? അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി വജാഅ ബിഖൽബിൻ മുനീബ്, ഇനാബത്തുള്ള ഒരു ഹൃദയം കൊണ്ട് ആരാണോ വന്നവൻ അവനാകുന്നു ഈ സ്വർഗം എന്ന് പറയുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നൽകിയ അർത്ഥം എന്താണ്?
വജാഅ ബിഖൽബിൻ മുനീബ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ കിതാബുൽ ഫവായിദ്, അൽ ഫവായിദ് എന്ന കിതാബ് ഇമാം ഇബ്നുൽ ഖയ്യിം രചിച്ച ഒരു ഗ്രന്ഥമാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഖാല ഇബ്നു അബ്ബാസ് റാജിഉൻ അൻ മആസില്ലാഹി മുഖ്ബിലുൻ അലാ ത്വാഅത്തില്ലാഹ്. വജാഅ ബിഖൽബിൻ മുനീബിന്റെ അർത്ഥം എന്താണ്? മുനീബായ ഹൃദയം കൊണ്ടുവന്നവൻ. ഇതിൻ്റെ അർത്ഥം റാജിഉൻ അൻ മആസില്ലാഹ്, അതായത് അള്ളാഹു ധിക്കരിക്കുന്നതിൽ നിന്ന് അവൻ മടങ്ങി, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി. മുഖ്ബിലുൻ അലാ ത്വാഅത്തില്ലാഹ്, അള്ളാഹുവിന് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് മുന്നേറി. അതാണ് മുഖ്ബിലുൻ അലാ ത്വാഅത്തില്ലാഹ്. വഹഖീഖത്തുൽ ഇനാബത്തി, ഇബ്നുൽ ഖയ്യിം പറയാണ്, വഹഖീഖത്തുൽ ഇനാബത്തി, ഇനാബത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഉഖൂഫുൽ ഖൽബി അലാ ത്വാഅത്തില്ലാഹി വമഹബ്ബതിഹി വൽ ഇഖ്ബാലി അലൈഹി. അതായത് നമ്മുടെ മനസ്സ് പൂർണ്ണമായും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ മനസ്സെന്താണ് കേന്ദ്രീകരിക്കുക, അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹു സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് നാം മുന്നേറുക. ഇതാകുന്നു എന്ത്? ഇനാബത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഒരാൾ തൗബ ചെയ്തു, ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, തൗബ ചെയ്തു. തൗബ ചെയ്യുമ്പോൾ തൗബിൻ്റെ അർത്ഥം നമുക്കറിയില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ തൗബിൻ്റെ ഷർത്തുകൾ, നിബന്ധനകൾ എണ്ണി പറഞ്ഞു, ഓർമ്മയുണ്ടല്ലോ. ഒരു ഷർത്ത് ഓർമ്മിപ്പിക്കാം. പശ്ചാത്താപം, തൗബ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? ഷർത്തുണ്ട്. ഒന്നെന്താണ്? ഒന്ന്, ആ തിന്മ നമ്മൾ ഉപേക്ഷിക്കുക. ഒരാൾ പാപം ചെയ്തു, ആ പാപത്തിൽ നിന്ന് അയാൾ എന്ത് ചെയ്യണം? പിന്തിരിയണം, ഉപേക്ഷിക്കണം. രണ്ടെന്താണ്? ഖേദം വേണം, ഞാൻ പാപം ചെയ്തു എന്നൊരു ഖേദം മനസ്സിൽ വേണം. പിന്നെന്താണ്? ഇനി മടങ്ങുകയില്ല എന്ന് ഉറച്ച തീരുമാനം വേണം. അതേപോലെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട പാപമാണെങ്കിൽ സൃഷ്ടികൾക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ തിരികെ കൊടുക്കണം, എങ്കിലേ അള്ളാഹു തൗബ സ്വീകരിക്കൂ. ഈ തൗബ സ്വീകരിച്ച ഒരു അള്ളാഹുവിൻ്റെ അടിമ, ആ തൗബയോടൊപ്പം അയാൾ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുകയാണെങ്കിൽ, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുമ്പോൾ എന്താണ് അയാളുടെ അവസ്ഥയെക്കുറിച്ച് പറയുക? ഇനാബത്ത്. ഇപ്പോൾ മനസ്സിലായല്ലോ അല്ലേ? ഇനാബത്തും തൗബ തമ്മിൽ വ്യത്യാസം. അപ്പോൾ അതാണ്, തൗബ ചെയ്യുന്നൊരു വ്യക്തി ഒരു പക്ഷേ ചിലപ്പോൾ അയാളുടെ വലൈക്കും അസ്സലാം കർമ്മരംഗത്ത് അയാൾ ദുർബലനായിരിക്കും. അപ്പം അതുകൊണ്ട് നാം പലപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മളെല്ലാം പാപികളാണ്, പാപങ്ങൾ നമ്മിൽ നിന്ന് എപ്പോഴും വരും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ അലിക്സാറു മിനത്ത് തൗബത്തി വൽ ഇസ്തിഗ്ഫാർ, അള്ളാഹുവിലേക്ക് നമ്മൾ എപ്പോഴും പശ്ചാത്തപിച്ച് മടങ്ങി ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. അങ്ങനെ അധികരിപ്പിച്ച് നമ്മൾ സൽക്കർമ്മങ്ങളിൽ മുന്നേറണം. അപ്പോഴാണ് ആ ഇനാബത്തിൻ്റെ ആ അവസ്ഥയിലേക്ക്, ആ മർത്തബയിലേക്ക് നാം എത്തിപ്പെടൂ. മുനീബീങ്ങളായി അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ആ സാലിഹ്യങ്ങളിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യിആത്ത്, അള്ളാഹു പറഞ്ഞൊരു കാര്യമാണ്. നിശ്ചയം നന്മകൾ തിന്മകളെ മാറ്റി നിർത്തും, അതിനെ കളയും. അപ്പോൾ പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ പാപത്തെ അള്ളാഹു മായ്ച്ചു കളയണമെങ്കിൽ, നമുക്ക് പുറത്തു തരണമെങ്കിൽ നമ്മൾ തൗബ ചെയ്ത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക. ഇന്നൽ ഹസനാത്ത്, പല തഫ്സീർ പണ്ഡിതന്മാരും പറഞ്ഞു അസ്സലവാത്തുൽ ഖംസാണ്. എന്താണ്? 5 വഖ്ത് നമസ്കാരങ്ങൾ ചെറുപാപങ്ങൾ കഴുകിക്കളയും എന്ന് സഹീഹായ ഹദീസുകളിലൊക്കെ വന്നതാണ്. ഇതാകുന്നു ഇനാബത്തിൻ്റെ തെളിവ്. അനീബു ഇലാ റബ്ബിക്കും അസ്ലിമു ലഹു. അപ്പോൾ ഈ ഇനാബത്ത് എന്താണ്? ഇബാദത്താണ് എന്നാണ് ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പഠിപ്പിക്കുന്നത്. വദലീലുൽ ഇസ്തിആന, അടുത്ത ഇബാദത്ത് എന്താകുന്നു? ഇസ്തിആന. അൽ ഇസ്തിആന എന്താ അർത്ഥം? സഹായം ചോദിക്കുക. അൽ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അൽ ഇസ്തിഗാസ സഹായം ചോദിക്കുക എന്ന് തന്നെയാണ്. എന്താ വ്യത്യാസം? പ്രയാസഘട്ടത്തിൽ സഹായം ചോദിക്കുന്നതിനാണ് എന്ത് പറയാം? അൽ ഇസ്തിഗാസ എന്ന് പറയാം. പലപ്പോഴും സഹായം ചോദിക്കുന്നതിനെ സംബന്ധിച്ച് 2 വാക്കുകളും പ്രയോഗിക്കാറുണ്ട്, പക്ഷേ സൂക്ഷ്മമായ വ്യത്യാസമാണിത്. അതേപോലെ അൽ ഇസ്തിആദ വഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന വാക്യം പറയുന്നതിനെ പറയാം അൽ ഇസ്തിആദ, അഭയം
തേടുക. അതിൻ്റെ അർത്ഥം അഭയം തേടുക, ശരണം തേടുക. എന്താണ് അൽ-ഇസ്തിആദ. ഇവിടെ അൽ-ഈൻ വായിക്കാൻ പാടില്ല കേട്ടോ. ഈ അറബി ഭാഷാ നിയമപ്രകാരം ഇങ്ങനെ വായിക്കേണ്ടത് അൽ-ഇസ്തിആന, അൽ-ഇസ്തിഗാസ, അൽ-ഇസ്തിആദ. അതായത് നമ്മൾ എഴുതുമ്പോൾ ഈ അലിഫിനും താഴെ എന്ത് എഴുതാൻ പാടില്ല? ഹംസ എഴുതാറില്ല. മനസ്സിലായല്ലോ? അൽ-ഇ എന്ന് വായിക്കാനും പാടില്ല, ഹംസ് എഴുതരുത്. കാരണം ഹംസത്തുൽ എന്താണ്? ഹംസത്തുൽ വസ്ലാണത്. അപ്പോൾ ഇങ്ങനെ വായിക്കേണ്ടത് അൽ-ഇസ്തിആദ, അൽ-ഇസ്തിഗാസ, അൽ-ഇസ്തിആന. വദലീലുൽ ഇസ്തിആന, ഇസ്തിആനത്ത് തെളിവ് ഇബാദത്താവുന്നു എന്നതിനുള്ള തെളിവെന്താണ്? ഖൗലുഹു തആല ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം ചോദിക്കൂ. ഇവിടെ മാത്രം എന്ന അർത്ഥം എങ്ങനെ വന്നത്? ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് നിങ്ങളോട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ഈ ആയത്തിന് എന്താ അർത്ഥം കൊടുക്കുക? നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്നാണോ? നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്നാണോ? ചോദ്യം മനസ്സിലായി അല്ലേ? എന്താ പറയുക? നിന്നോട് മാത്രം എന്ന അർത്ഥം വന്നില്ലേ? എങ്ങനെ വന്നു? ചോദ്യം മനസ്സിലായില്ലേ? അതായത് ബാഹ്യമായി അറബി ഭാഷാ നിയമങ്ങൾ പഠിക്കാത്ത ഒരാൾ സംബന്ധിച്ചിടത്തോളം ഏതർത്ഥം കിട്ടൂ? നിനക്ക് ഞങ്ങൾ ആരാധന ചെയ്യുന്നു, നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു. പക്ഷേ ഖുർആൻ പരിഭാഷ നോക്കിക്കഴിഞ്ഞാൽ എന്താ അർത്ഥം കിട്ടുക? നിന്നോട് മാത്രം. അതെവിടുന്ന് കിട്ടി? അതിനാണ് അറബിയിൽ ബലാഗ പഠിച്ചു കഴിഞ്ഞാൽ ഭാഷാലങ്കാര ശാസ്ത്രം എന്നൊരു ശാസ്ത്രമുണ്ട്. അത് ഗ്രാമറല്ല, അത് വേറെ ശാസ്ത്രമാണ്. അതിന് ഇൽമുൽ മആനി, ഇൽമുൽ ബദീഇ, അൽ ബയാൻ എന്നൊക്കെ പഠിപ്പിക്കുന്ന വിഷയമാണ്. അപ്പോൾ ഇൽമുൽ മആനിയിൽ ഒരു ഖാഇദയാണ്, ഒരു നിയമമാണ്, തഖ്ദീമു മാ ഹഖ്ഖുഹു തഅഖീർ യുഫീദുൽ ഖസ്ർ അല്ലെങ്കിൽ തഖ്സീസ്. അഥവാ നമ്മൾ പിന്തിപ്പിച്ച് പറയേണ്ട കാര്യം മുന്തിപ്പിച്ച് പറഞ്ഞാൽ, ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാത്രം എന്ന അർത്ഥം ലഭിക്കുന്നു. അഥവാ മലയാളത്തിൽ ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഒരു ക്രിയയ്ക്ക് ശേഷമാണ് എന്ത് വരേണ്ടത്? മഫ്ഊൽ വരേണ്ടത്, കർമ്മം വരേണ്ടത്. കർമ്മം. ഈ കർമ്മത്തെ നമ്മൾ ആദ്യം മുന്തിപ്പിച്ച് പറഞ്ഞാലോ അവിടെ അതിന് തഖ്സീസ് അർത്ഥം കൊടുത്തു. അവിടെ ആ വ്യക്തി അല്ലെങ്കിൽ ആ വസ്തുവിൽ ഒരു കാര്യം നാം പരിമിതിപ്പെടുത്തി, നാം ചുരുക്കി പറഞ്ഞു. അഥവാ ആ കാര്യം ആ വ്യക്തിക്ക് മാത്രം ബാധകമായ ഒരു കാര്യമാണ്, ആ വസ്തുവിൽ മാത്രം ബാധകമായ കാര്യമാണെന്ന് അർത്ഥം വന്നു. അപ്പോൾ ഇയ്യാക നഅ്ബുദു ശരിക്ക് അതിൻ്റെ എന്താണ്? ഈ ഖസ്റില്ലായിരുന്നുവെങ്കിൽ നഅ്ബുദുക അല്ലെങ്കിൽ നഅ്ബുദു ഇയ്യാക എന്നാണ് വരേണ്ടത്. സാധാരണ ഇപ്പോൾ അറബി ഭാഷയിൽ തന്നെ കർമ്മ മഫ്ഊല് ശേഷമാണ്, ക്രിയയ്ക്ക് ശേഷമാണ് വരാറുള്ളത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അഖദ്തുൽ ജവ്വാൽ, ഞാൻ ഈ മൊബൈൽ എടുത്തു എന്ന് അറബി പറയാൻ അഖദ്തു അൽ ജവ്വാൽ. ജവ്വാലാണ് ഇവിടെ ഒബ്ജക്റ്റ്, കർമ്മം. മനസ്സിലായില്ലേ? ഇവിടെ അതേപോലെ തന്നെ ഇയ്യാക സാധാരണ ഈ നഅ്ബുദു എന്ന ആരാധിച്ചു എന്ന ക്രിയയ്ക്ക് ശേഷമാണ് വരേണ്ടത്. ഇവിടെ ഇയ്യാക നഅ്ബുദു ആദ്യം വന്നു കഴിഞ്ഞാലോ നിന്നെ മാത്രം എന്ന അർത്ഥം കിട്ടി. പിടുത്തം കിട്ടിയല്ലോ പറഞ്ഞത്? മനസ്സിലായില്ലേ? ഇയ്യാക ആദ്യം വന്നതുകൊണ്ട് തന്നെ അവിടെ നിന്നെ മാത്രം എന്ന അർത്ഥം കിട്ടി. വ ഇയ്യാക നസ്തഈൻ അതേപോലെ ഇവിടെയും. അപ്പോൾ എന്താണ്? തഖ്ദീമു മാ ഹഖ്ഖുഹു തഅഖീർ യുഫീദുൽ ഖസ്ർ എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കാനുള്ള കാരണം. ഇവിടെ പണ്ഡിതന്മാർ വേറൊരു കാര്യം പഠിപ്പിക്കുന്നു. അപ്പോൾ ഇസ്തിആന, ഇസ്തിആദ, ഇസ്തിഗാസ ഒക്കെ അവിടെ സഹായ ചോദ്യം, തേട്ടം, അഭയം ചോദിക്കൽ, ഒരു തേട്ടത്തിൻ്റെയും ചോദ്യത്തിൻ്റെയും ഒരു അർത്ഥം അവിടെ വരുന്നുണ്ട്. എവിടെ നിന്നാണ് കിട്ടിയത്? പല വാക്കുകളും സീനും താവും കൊണ്ട് തുടങ്ങുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? തേട്ടത്തിൻ്റെ ഒരു അർത്ഥം, സാരം ആ വാക്കുകളിൽ ഉണ്ട്. അഥവാ നോക്കൂ നിങ്ങൾ, ഇസ്തിഗ്ഫാർ എന്താ അർത്ഥം? പാപമോചന
തേട്ടമാണ്. അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക? ഇസ്തിഗ്ഫാർ. അത് ശരിക്ക് ഒരു സാധാരണ ഒരു ധാരണയാണ്, അറബി ഭാഷയിലുള്ള ഒരു അർത്ഥമാണത്. എന്നാൽ ചിലപ്പോൾ ഈ സീനും താവും വരുമ്പോൾ അവിടെ തേട്ടം എന്ന അർത്ഥം ഉണ്ടാകാറില്ല. അത് ചില സാഹചര്യങ്ങളിൽ അങ്ങനെയുണ്ട്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു വസ്തഗ്നല്ലാഹു വല്ലാഹു ഗനിയ്യുൻ ഹമീദ്. അള്ളാഹു സ്വയം പര്യാപ്തനായി. വസ്തഗ്നല്ലാഹ് അവിടെ ഒരിക്കലും എന്തില്ല? തേട്ടം, ചോദ്യം എന്ന അർത്ഥം വരുന്നില്ല. അപ്പോൾ ഇതാകുന്നു ഇസ്തിആനത്തിൻ്റെ തെളിവ്. ഇനി പണ്ഡിതന്മാർ എല്ലാ സഹായ ചോദ്യവും ശിർക്കാണോ? അല്ല. സഹായ ചോദ്യത്തിന് എന്തുണ്ട്? അൻവാഉണ്ട്, പല ഇനങ്ങളുമുണ്ട്. അത് ശിർക്കാകുന്ന ഇനങ്ങളുണ്ട്, ശിർക്കല്ലാത്തതും ഉണ്ട്. പെട്ടെന്ന് നമുക്ക് ഒരു കാര്യം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാ അൽ ഉസൂലു സലാസയുടെ ഷർഹിൽ ഈ കാര്യം വളരെ ലളിതമായി എണ്ണി പറയുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് അതൊന്ന് വായിക്കാം, മനസ്സിലാക്കാം. ഒന്നാമതായി അദ്ദേഹം പറയുന്നു, ഇബാദത്തായ ഇസ്തിആനത്താണ് ഒന്നാമത്തെ ഇനം. അള്ളാഹിന് മാത്രം സമർപ്പിക്കേണ്ട ഇസ്തിആനത്ത്. ഇസ്തിആനത്തിനർത്ഥം സഹായ ചോദ്യം. അതായത് അൽ ഇസ്തിആനത്തുൽ മുതദമ്മിനതു ലികമാലി ദുല്ലി മിനൽ അബ്ദി ലിറബ്ബിഹി وتفويض الأمر إليه واعتقاد كفايته وهذه لا تكون إلا لله تعالى. فالله മാത്രം സമർപ്പിക്കേണ്ട ഇസ്തിആനത്ത് എന്താണ്? അഥവാ ഒരു മനുഷ്യൻ പൂർണ്ണമായും അള്ളാഹുവിൻ വിധേയത്വം അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് എല്ലാ കാര്യവും അള്ളാഹുവിൽ ബലമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹു മാത്രം എനിക്ക് മതി എൻ്റെ കാര്യങ്ങൾ നിറവേറ്റിത്തരാൻ എന്ന വിശ്വാസത്തോടെ സഹായം ചോദിച്ചു കഴിഞ്ഞാൽ എന്തായി മാറി? അത് ഇബാദത്തായ ഇസ്തിആനത്താണ്. ഇസ്തിആനത്താണ്. അതാണത്ര ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിൽ വന്ന ഇസ്തിആനത്ത്. ചില സലഫുകളിൽ വന്നിട്ടുണ്ട് നസ്തഈനു ബിക ഫി ജമീഇ ഉമൂരിന. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ നിന്നോട് മാത്രമേ സഹായം ചോദിക്കൂ. അപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും പരിഹരിക്കുന്നവൻ, നിറവേറ്റിത്തരുന്നവൻ അള്ളാഹു മാത്രമാണ്. ഒരു സൃഷ്ടിക്കും ആ കഴിവ് ഇല്ല എന്ന വിശ്വാസത്തോടെ സഹായം ചോദിച്ചു കഴിഞ്ഞാൽ എന്തായി മാറി? അത് ഇബാദത്താകുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പലപ്പോഴും ശിർക്കിയായ ഇസ്തിആനത്ത് ഇൻഷാ അല്ലാഹ് അതിന് ചില ഉദാഹരണങ്ങൾ നാം പഠിക്കും. എന്തുകൊണ്ടാണ് മഹാന്മാരോട്, മരിച്ചുപോയ മഹാന്മാരോട് സഹായം ചോദിക്കുന്നത് ഷിർക്ക് ആയി എന്ന അർത്ഥം എങ്ങനെ കിട്ടി? എപ്പോഴാണ് ഷിർക്കായത്? എന്തുകൊണ്ടാണ് ഷിർക്ക് എന്ന് പറയാനുള്ള കാരണം നാം പഠിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒന്നാമത്തെ ഇനം എന്താണ്? അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട, അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട സഹായം. ഇതാവുന്നു ഒന്നാമത്തെ ഇനം. അതിന് തെളിവ് നാം പഠിച്ചു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. രണ്ടാമത്തെ ഇനം എന്താകുന്നു? ഒരു സൃഷ്ടിക്ക്, ഒരു മനുഷ്യന് കഴിവുന്ന കാര്യങ്ങൾ ജീവിച്ചിരിക്കുന്ന കഴിവുള്ള ഒരു മനുഷ്യനോട്, ഹാജറുള്ള ഒരു മനുഷ്യനോട് സഹായം ചോദിക്കുക. അതിനാണ് പണ്ഡിതന്മാർ അതിൻ്റെ ഹുക്ം എന്താണ്? ജായിസാണെന്ന് പറയാറുണ്ട് പൊതുവെ. അതായത് തിന്മയിലേക്ക് നയിക്കാത്ത, എത്തിക്കാത്ത, തിന്മകളുടെ മാർഗങ്ങൾ സ്വീകരിക്കപ്പെടാത്ത സഹായ ചോദ്യം. അതിൻ്റെ അസ്ലിയായ ഹുക്ം എന്താണ്? ജായിസാണ്. വതആവനു അലൽ ബിർരി വത്തഖ്വ. പുണ്യത്തിൻ്റെയും നന്മയുടെയും വിഷയത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുന്ന അള്ളാഹു നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മനുഷ്യനോട് നമ്മൾ ഹലാലായ രൂപത്തിൽ, ഹലാലായ മാർഗത്തിലൂടെ സഹായം ചോദിച്ചാലോ എന്താണ്? ജായിസാണ്. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് ഇൻ കാനത് അലാ മുബാഹിൻ ഫഹിയ ജായിസ. ഇത് മുബാഹായ രീതിയിലാണെങ്കിൽ അത് ജായിസാകുന്നു. ലിൽ മുസ്തഈൻ, സഹായം ചോദിക്കുന്ന വ്യക്തിക്ക്. വൽ മുഈൻ ലാകിൻ അൽ മുഈന ഖദ് യുസാബു അലാ ദാലിക സവാബ് അൽ ഇഹ്സാൻ ഇലൽ ഗൈർ. എന്നാൽ ഈ സഹായം നൽകുന്ന മനുഷ്യൻ, ആ വ്യക്തി സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു പക്ഷേ കൂലി കിട്ടുന്ന കാര്യമായിരിക്കും. കാരണം മറ്റുള്ള സഹോദരന്മാരെ സഹായിച്ചു കഴിഞ്ഞാൽ എന്തായി മാറി? അതൊരു പുണ്യകർമ്മമായി മാറിയല്ലോ. അല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ അടിമയെ
സഹായിക്കുന്നു. എത്ര കണ്ട് ആ അടിമ തൻ്റെ സഹോദരനെ സഹായിക്കുന്നു. മറ്റുള്ളവരെ സഹായിക്കുക എന്നത് വലിയൊരു പുണ്യകർമ്മമാണ്. അത്ര കണ്ട് അള്ളാഹു നമ്മെയും സഹായിക്കും. ഇതാകുന്നു എന്ത് രണ്ടാമത്തെ ഇനം. അതായത് സൃഷ്ടികളോട് ചോദിക്കാൻ പറ്റുന്ന ഇസ്തിആനത്ത്. അത് ഹറാമായ മാർഗത്തിലാണെങ്കിലോ ഹറാമായി മാറി. മനസ്സിലായില്ലേ? മൂന്നാമത്തെ ഇനം എന്താകുന്നു? ജീവിച്ചിരിക്കുന്ന ഹാജറുള്ള സൃഷ്ടിയോട് സഹായം ചോദിക്കുക. പക്ഷേ ആ സൃഷ്ടിക്ക് ചോദിക്കപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവില്ലാത്ത ഒരു ദുർബലനായ ഒരു മനുഷ്യനോട് സഹായം ചോദിക്കുക. ഉദാഹരണമായിട്ട് ദുർബലനായ മനുഷ്യനോട് ഭാരമുള്ള ഒരു കാര്യം ചുമക്കാൻ നമ്മൾ ആവശ്യപ്പെടുക. എന്താണ് അതിൻ്റെ വിധി? പണ്ഡിതന്മാർ പറയുന്നു അതെന്താണ്? അത് ലഹ്വുൻ ലാ താഇല തഹ്തഹ. അത് അനാവശ്യമായ ഒരു സഹായ ചോദ്യമാണ്. അനാവശ്യമാണെന്ന്, വിഡ്ഢിത്തരമാണത്. അപ്പോൾ ദുർബലനായ ഒരു കുട്ടിയോട് പറയാണ് നല്ല ഭാരമുള്ള ഇരുമ്പ് കഷണങ്ങൾ ഏൽക്കാൻ പറഞ്ഞാലോ എന്താണ്? അത് ലഘുവാണ്, അത് ശിർക്കല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് പണ്ഡിതന്മാർ എപ്പോഴും കഴിവുള്ള വ്യക്തിയോട് സഹായം ചോദിക്കുക അല്ലെങ്കിൽ കഴിവിൽ പരിമിതി എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹുവിന് മാത്രം കഴിവുള്ള കാര്യങ്ങൾ നമ്മൾ സൃഷ്ടികളോട് ചോദിക്കുമ്പോഴാണ് എന്തായി മാറുക? ഇത് ശിർക്കായി മാറുക. സൃഷ്ടിക്ക് വളരെ പ്രയാസമുള്ള ഒരു കാര്യം നമ്മൾ സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? അത് ചോദിക്കുന്നത് ശരിയല്ല, പക്ഷേ ശിർക്കല്ല എന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ നാലാമത്തെ ഇനമാകുന്നു മരിച്ചവരോട് സഹായം ചോദിക്കുക. അൽ-ഇസ്തിആനതു ബിൽ അംവാതി മുത്ലഖൻ ഔ ബിൽ അഹ്യാഇ അലാ അംരിൻ ഗായിബിൻ ലാ യഖ്ദിറൂന അലാ മുബാശറതിഹി ഫഹാദാ ശിർക്കുൻ. അതായത് മരിച്ചവരോട് സഹായം ചോദിക്കുക, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരോട് മറഞ്ഞ കാര്യം അവർക്ക് കൊണ്ടുവരാൻ സാധിക്കാത്ത രൂപത്തിൽ കാര്യകാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാൻ സാധിക്കുകയില്ല, അത് ചെയ്യാൻ സാധിക്കുകയില്ല, അഥവാ അഭൗതികമായി അവരോട് ചോദിക്കുക. എന്തായി മാറി? അത് ശിർക്കാണ്. കാരണം എന്താ? ലിഅന്നഹു ലാ യഖഉ ഇല്ലാ മിൻ ശഖ്സിൻ യഅ്തഖിദു അന്ന ലിഹഉലാഇ തസറുഫൻ ഖഫിയ്യൻ ഫിൽ കൗൻ. ഈ പ്രപഞ്ചത്തിൽ അവർക്ക് അഭൗതികമായ ശക്തിയുണ്ട് എന്ന വിശ്വാസം ഇല്ലെങ്കിൽ ഈ വ്യക്തി ഇയാളോട് ചോദിക്കൂല. അതായത് ഇപ്പോൾ മരിച്ചുപോയ മുഹൈദ്ദീൻ ഷെയ്ഖിനോട്, അത് ഖബറിലടുത്താണെങ്കിലും ഖബറിന് പുറത്താണെങ്കിലും സഹായം ചോദിക്കുന്നവരുടെ ഉദ്ദേശം എന്താണ്? മനസ്സിലെന്താണ്? മുഹൈദ്ദീൻ ഷെയ്ഖ് എൻ്റെ എല്ലാ പ്രയാസങ്ങളും തീർക്കും. അഭൗതികമായ ഒരു കഴിവ് ആർക്കുണ്ട്? മുഹൈദ്ദീൻ ഷെയ്ഖിനും ഉണ്ട്. കാരണം എല്ലാ കാര്യങ്ങളും മൂപ്പർക്ക് അറിയാം, എല്ലാ കഴിവും മൂപ്പർക്കുണ്ട് എന്നാണ് അവരുടെ വിശ്വാസം. ഈ ഖാദിരിയ തരീഖത്തിൻ്റെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ്, ഞാൻ മുമ്പ് ചില ക്ലാസ്സുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്, അൽ ഫുയൂദാത്തുർ റബ്ബാനിയ ഫിൽ മആഥിനി വൽ ഔറാദിൽ ഖാദിരിയ. അതായത് ഖാദിരിയ തരീഖത്തിലുള്ള വിർദുകളും ദിക്റുകളും ഒക്കെ പഠിപ്പിക്കുന്ന മുഹമ്മദ് ഷെയ്ഖിൻ്റെ മഹാത്മ്യങ്ങളൊക്കെ ഈ ബൈത്തുകളിലൂടെ മാലകളിലൂടെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ നോക്കും നിങ്ങൾ, ധാരാളം അനിസ്ലാമിക അർത്ഥങ്ങളുള്ള വരികളുണ്ട്. അതിൽപ്പെട്ട ഒരു വരിയാണ്, അതായത് ഈ ഇസ്തിആനത്തെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉദ്ധരിക്കുകയാണ്. അതിൽ പറയുന്നത് മുഹമ്മദ് ഷെയ്ഖ് ഒരിക്കലും ഇതുപോലെയുള്ള ശിർക്കൻ കാര്യങ്ങൾ പറയില്ല, അദ്ദേഹത്തിൻ്റെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്. എന്താണ് പറയുന്നത്? വഅഅലമു നബാതൽ അർദി കം ഹുവ നാബിതുൻ വഅഅലമു റംലൽ അർദി കം ഹുവ റംലതി. അതായത് ഭൂമിയിലുള്ള ചെടി വൃക്ഷങ്ങളെക്കുറിച്ച് എത്ര ചെടിയുണ്ട്, വൃക്ഷമുണ്ട് എനിക്ക് കൃത്യമായി അറിയാം. ഇത് ആര് പറഞ്ഞു? എത്ര? മുഹൈദ്ദീൻ ഷെയ്ഖ് പറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. വഅഅലമു റംലൽ അർദി കം ഹുവ റംലതി. മാത്രമല്ല ഭൂമിയിലുള്ള മണൽ തരികൾ, എത്ര മണൽ തരിയുണ്ട്, ഓരോ തരിയെക്കുറിച്ചും എനിക്ക് അറിയാം, വ്യക്തമായി അറിയാം. ആലം എന്ന് പറയുന്ന അർത്ഥം വ്യക്തമായ അറിവിനെക്കുറിച്ചാണ് ഇൽമ് എന്ന് പറയും. പിന്നെ വഅഅലമു ഇൽമല്ലാഹി, മാത്രമല്ല അള്ളാഹിൻ്റെ എല്ലാ അറിവും എനിക്കറിയാം. ഉഹ്സി ഹുറൂഫഹു, അതിൻ്റെ എല്ലാ കണക്കും എൻ്റെ അടുക്കലുണ്ട്. വഅഅലമു മൗജൽ അർദി കം ഹുവ മൗജതി. അതേപോലെ കടലുള്ള തിരമാലകൾ, ഓരോ തിരമാലയും അടിക്കുന്ന തിരമാലകളിൽ കണക്കും എനിക്ക് കൃത്യമായി അറിയാം. ഇതിപ്പോൾ ഒരു ഉദാഹരണം മാത്രമാണ് സഹോദരന്മാരെ. ഈ
ബൈത്തുകളാണ് ശരിക്ക് ഇപ്പോഴും നമ്മുടെ നാട്ടിലെ സുന്നികൾ അംഗീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. ഇത് അറബി ഭാഷയിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്ക് ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ അതിന് പല ന്യായീകരണങ്ങളും പറഞ്ഞിട്ട് ദുർവ്യാഖ്യാനിക്കും. അതേപോലെ എന്നിട്ട് ഷെയ്ഖ് പറയാണ്, ഷെയ്ഖിൻ്റെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയാണ്, കളവാണത്. മുരീദി ലക്കൽ ബുശ്റാ തകൂനു അലൽ വഫ ഇദാ കുൻത ഫീ ഹമ്മിൻ ഉഗിദ്ക ബിഹിമ്മതി. എൻ്റെ മുരീദേ, എനിക്ക് യാതൊരു പ്രയാസവുമില്ല, എനിക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു, നീ എൻ്റെ തരീഖത്തിൽ നീ ഉറച്ചു നിൽക്കുക, എനിക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും ഉഗിദ്ക ബിഹിമ്മതി, എൻ്റെ കഴിവുകൊണ്ട് ഞാൻ നിന്നെ സഹായിക്കും. പിന്നെ പറയാണ്, മുരീദി തമസ്സക് ബി വകുൻ ബി വാസിഖൻ, എന്നെ മുറുകെ പിടിച്ചോൻ. അത് പറയാണ് ഷെയ്ഖ് പറയാത്രേ, വകുൻ ബി വാസിഖൻ, എന്നിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിച്ചോ, വിശ്വസിക്കെന്നെ. ലി അഹ്മീക ഫി ദുനിയ വയൗമൽ ഖിയാമത്തി, ദുനിയാവിലും ഖിയാമത്തിനാൾ ഞാൻ എന്നെ സഹായിക്കും. ഇത് സഹോദരന്മാരെ, നമ്മുടെ തൗഹീദും ശിർക്കും അതിൻ്റെ ആദ്യാക്ഷരങ്ങൾ മാത്രം പഠിച്ച ഒരു വ്യക്തിയോട് ചോദിച്ചാൽ ഇത് ജായിസാണ് ജായിസെന്ന് ചോദിച്ചാൽ, പ്രകൃതി, അതായത് ശുദ്ധ പ്രകൃതിയുള്ള ഒരു മനുഷ്യൻ ഉറച്ച് വിശ്വാസത്തോടെ പറയുന്നതാണ് ഇത് ശിർക്കാണെന്ന്. ഇതാണ് സഹോദരന്മാരെ എന്ത് ഈ അഭൗതികമായ കഴിവ്, കാര്യകാരണങ്ങൾക്ക് അതീതമായി എന്നൊക്കെ സലഫി പണ്ഡിതന്മാർ പലപ്പോഴും പല രീതികളിൽ പല ഉസ്ലൂബുകളിൽ അത് പറഞ്ഞു കൊടുക്കാനുള്ള കാരണം. ഈ വിശ്വാസം പുലർത്തി വെച്ചുകൊണ്ടാണ് മഹാന്മാരോട് ഇവർ സഹായം ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ശിർക്ക് എന്ന് പറയാനുള്ള കാരണം. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അപകടം നാം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഈ കാലഘട്ടത്തിലെ ഒരു മുസ്ലിം പ്രബോധകൻ്റെ ഏറ്റവും വലിയ ദൗത്യമാണ് ഇതുപോലെയുള്ള ശിർക്കിനെ എതിർക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മുസ്ലിങ്ങൾക്കിടയിലാണ്, അപ്പോൾ അതിൻ്റെ ഗൗരവം കൂടും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയത്തിൽ മുന്നേറണം. അല്ലാഹു തആല തൗഹീദ് പഠിക്കുവാനും ശിർക്കിനെതിരെ പോരാടുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അഞ്ചാമത്തെ ഇനം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന, അല്ലാഹു നിർദ്ദേശപ്രകാരമുള്ള കർമ്മങ്ങൾ കൊണ്ട് സഹായം ചോദിക്കുക എന്ന് പറയുമ്പം ആ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥത്തിൽപ്പെട്ടതാണ് വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്, നിങ്ങൾ ക്ഷമ കൈകൊണ്ടുകൊണ്ടും നിങ്ങൾ നമസ്കരിച്ചുകൊണ്ടും സഹായം ചോദിക്കുക. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലസ്സലാഹ്, നബിക്ക് ഒരു പ്രയാസകാര്യം അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിലേക്ക് മാറും എന്നാണ് പറയുന്നത്. ഫസിഅ ഇലസ്സലാഹ്, അപ്പോൾ നമസ്കരിക്കും. ഈ ഹദീസ് മർവിയുൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കമാ ഫീ സുനൻ അബി ദാവൂദ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നബിക്കൊരു പ്രയാസം വന്നു കഴിഞ്ഞാൽ നബി നമസ്കാരത്തിലേക്ക് നീങ്ങും. അപ്പോൾ ഇത് ശരിക്ക് സബ്ർ, ക്ഷമിച്ചുകൊണ്ടും. എന്താണ് ക്ഷമ? ചില പണ്ഡിതന്മാർ പറയുന്നതിൻ്റെ അർത്ഥം നോമ്പാണെന്ന്. അതുകൊണ്ടാണ് ഷഹ്റു സബ്ർ എന്ന് പറയാനുള്ള കാരണം. ക്ഷമയുടെ മാസമാണെന്ത്? നോമ്പ്, റമദാൻ മാസം. എന്നാൽ ചില പണ്ഡിതന്മാർ അതിൻ്റെ വിശാലമായ അർത്ഥത്തിലേക്ക് പോകുന്നു. അതേപോലെ വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്, അതേപോലെ നമസ്കാരവും. പറഞ്ഞു വരുന്നത് ഇതെന്താണ്? സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നതിൻ്റെ ഒരു ഇനമാണ് ഷെയ്ഖ് ഇവിടെ പറഞ്ഞത്. ഇതിൻ്റെ ഭാഗമായിട്ടൊരു കാര്യം ഉറപ്പെടുത്താനുള്ളത്, ഈ സലാത്തുൽ ഹാജ എന്ന പേരിൽ ചിലർ നമസ്കരിക്കാറുണ്ട്. അതായത് ഒരു കാര്യം, ഒരു പ്രയാസമുണ്ടെങ്കിൽ 2 റക്അത്ത് നമസ്കരിക്കുക, എന്നിട്ട് ഹംദും സലാത്തും ചൊല്ലി അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക. സുബ്ഹാനല്ലാഹിൽ അൽ ഹലീമിൽ കരീം, സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശിൽ അദീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്അലുക മുജിബാതി റഹ്മതിക് വഅസാഇം മഗ്ഫിറതിക് എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന, അതിൻ്റെ അർത്ഥങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ സഹീഹായ ഹദീസിൽ ആ നമസ്കാരത്തിന് രൂപം സ്ഥിരപ്പെട്ടിട്ടില്ല. അതായത് അതിൽ ഇമാം തിർമിദി ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസുണ്ട്. അതിനെക്കുറിച്ച് ഷെയ്ഖ് അൽബാനി പറയുന്നു ദഈഫുൻ ജിദ്ദൻ, മറ്റുള്ള റിവായത്തുകൾ വ്യാജമായ റിവായത്തുകളാണെന്നും ഹദീസ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, സ്ഥിരപ്പെടാത്തൊരു നമസ്കാരമാണ് ഇത് സലാത്തുൽ ഹാജ. അപ്പോൾ ഇതാകുന്നു
ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ഇബാദത്തായ ഇസ്തിആനത്തിൻ്റെ തെളിവ് വഫിൽ ഹദീഫി ഷെയ്ഖ് പറയുന്നു, ഹദീഫിൽ ഉണ്ട്, ഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം സഹായം ചോദിക്കുക. അപ്പോൾ ഇസ്തിആനത്തിന് എന്തുണ്ട്? പല ഇനങ്ങളുമുണ്ട് എന്ന് മനസ്സിലായി. എപ്പോഴാണ് ഇസ്തിആനത്ത് സൃഷ്ടികളോട് സഹായം ചോദിക്കുകയാണെങ്കിൽ ഷിർക്കായി മാറുന്ന ഇസ്തിആനത്ത് ഏതാണ്? സഹായ ചോദ്യം ഏതാണ്? അഭൗതികമായ കാര്യകാരണങ്ങൾക്ക് അതീതമായ സഹായ ചോദ്യം. ഉദാഹരണം, മരിച്ചവരോടുള്ള, അത് പ്രവാചകന്മാരാകട്ടെ ഔലിയാക്കളാകട്ടെ, അവരോട് സഹായം ചോദിച്ചു കഴിഞ്ഞാൽ എന്തായി മാറി? അത് ഷിർക്കായി മാറി. എന്താ കാരണം? അങ്ങനെ സഹായം ചോദിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ ഈ ഷിർക്കൻ വിശ്വാസം ഉണ്ടാകും. അഭൗതികമായ ശക്തി ഈ മരിച്ചുപോയ വലിയനുണ്ട്, തസറുഫുൻ ഖഫിയ്യും ഉണ്ട് എന്നൊരു വിശ്വാസമുണ്ട്. രണ്ടാമത്തെ അതിന് ശേഷമുള്ള ഇനം എന്താണ്? വദലീലുൽ ഇസ്തിആദ. ഇസ്തിആനത്ത് കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ് നാം തുടക്കം കുറിച്ചത് ഏതുകൊണ്ടാണ്? അൽ ഇനാബ. അർത്ഥം മനസ്സിലായല്ലോ? അതും തൗബയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി അല്ലേ? അതിനുശേഷം എന്താ പഠിക്കുന്നത്? അൽ ഇസ്തിആന, സഹായ തേട്ടം. അതിനുശേഷം അഭയ ചോദ്യം, അഭയം തേടുക. അതിനെന്ത് പറയാ? അൽ ഇസ്തിആദ. ഖൗലുഹു തആല വദലീലുൽ ഇസ്തിആദ. അൽ ഇസ്തിആദ തെളിവെന്താണ്? ഖൗലുഹു തആല ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് വഖുൽ അഊദു ബിറബ്ബിൻ നാസ്. നമ്മൾ പലപ്പോഴും ദൈനംദിനം ചൊല്ലാറുള്ള ഒരു ആയത്തുകളാണത്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. പ്രഭാതത്തിൻ്റെ നാഥനിൽ നാം ശരണം തേടുന്നു. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ജനങ്ങളുടെ നാഥനിൽ, റബ്ബിൽ, രക്ഷിതാവിൽ ഞാൻ ശരണം തേടുന്നു എന്ന് പറയുക. അപ്പോൾ ഇവിടെ ശരിക്ക് ഇസ്തിആദ എന്ന ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. അപ്പം അഭയം ചോദിക്കുക, അഭയം തേടുക എന്നത് നിരുപാധികം ശിർക്കാണോ? സൃഷ്ടികളോട് അഭയം ചോദിച്ചു കഴിഞ്ഞാൽ നിരുപാധികം ശിർക്കാണോ? അല്ല എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ചർച്ചയുള്ള വിഷയമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ പല ഇനങ്ങളും നാം പഠിച്ചു കഴിഞ്ഞാലാണ് അത് ഏതാണ് ശിർക്കാകുക, ഏതാണ് ശിർക്ക് അല്ലാത്തതാകുക എന്ന് നമുക്ക് മനസ്സിലാവുക. എന്താകുന്നു ഇബാദത്തായ ഇസ്തിആദ? ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറയുന്നു, هي المتضمنة لكمال الافتقار إليه والاعتصام به واعتقاد كفايته وتمام حمايته من كل شيء حاضر أو مستقبل صغير أو كبير بشر أو غير بشر. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ പൂർണ്ണമായും അഭയം തേടിക്കൊണ്ട് അല്ലാഹു തആല തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും, ഭാവിയിലുള്ള ഭൂതകാലത്തുള്ള, അത് മനുഷ്യരാകട്ടെ മനുഷ്യരല്ലാതിരിക്കട്ടെ, ചെറിയവനാകട്ടെ വലിയവനാകട്ടെ, ഏത് കാര്യമാണെങ്കിലും അല്ലാഹു തആല അവൻ്റെ അഭയം തേടിക്കൊണ്ട് നമ്മൾ ചോദിക്കുക. അല്ലാഹുവാണ് നമ്മെ പൂർണ്ണമായും സംരക്ഷിക്കുക. അതേപോലെ നമ്മൾ അല്ലാഹുവിലേക്ക് പൂർണ്ണമായും കീഴ്പ്പെടുക. ഈ അർത്ഥത്തിലുള്ള ഇസ്തിആദത്താകുന്നത് ഇബാദത്തായ ഇസ്തിആദ. ഇത് ഒരു മനുഷ്യൻ അല്ലാഹുവിനോട്, സൃഷ്ടാവിനോട് കാണിക്കേണ്ട ഇസ്തിആദ. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന ആയത്തിലുള്ള ഇസ്തിആദത്തും ഈ അർത്ഥത്തിലാണ്. രണ്ടാമത്തെ ഇനം എന്താണ്? അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ ഏതെങ്കിലും സിഫത്ത് കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് അഭയം ചോദിക്കുക. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. അള്ളാഹുവിൻ സമ്പൂർണ്ണമായ വചനങ്ങളാൽ, അള്ളാഹുവിൻ്റെ വചനം എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ കലാം എന്താണ്? അള്ളാഹുവിൻ്റെ സിഫത്താണ്. മനസ്സിലായില്ലേ? സൃഷ്ടിയല്ല. അപ്പോൾ അള്ളാഹുവിനെ കൊണ്ട് നമ്മൾ അഊദു ബില്ലാഹി, അള്ളാഹുവിൽ നാം ശരണം തേടുന്നു പറയാം. അല്ലെങ്കിൽ അഊദു ബി കലിമാത്തില്ലാഹി, അല്ലെങ്കിൽ അഊദു ബി അളമത്തില്ലാഹി, അള്ളാഹുവിന് ഏതെങ്കിലും ഒരു ഗുണവിശേഷണം കൊണ്ട് അഭയം തേടുക. ഇതാണ് ഇബാദത്തായ ഇസ്തിആദത്ത്. അള്ളാഹുവിനോട് ചോദിക്കുമ്പം, അള്ളാഹുവിൽ നാം അഭയം തേടുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട രീതിയാണത്. ഇപ്പോൾ ഒരാൾ ഒരു സ്ഥലത്ത് ചെന്നെത്തിക്കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള എല്ലാ അപകടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ എന്താണ് നാം പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥന? എന്താണ്? അഊദു
ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. പലപ്പോഴും യാത്രകൾ അധികരിപ്പിക്കുന്ന പല പ്രദേശങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലും അല്ലേ? അപ്പോഴൊക്കെ ഈ പ്രാർത്ഥന മറക്കരുത്. അതായത് ആ സ്ഥലം നാം ഉപേക്ഷിക്കുന്നത് വരെ നമുക്കൊരു യാതൊരു ഉപദ്രവം ഏൽക്കില്ല എന്നാണ് സഹീഹായ ഹദീസിൽ നബി വസല്ലം പഠിപ്പിക്കുന്നത്. മനസ്സിലായല്ലോ? അതേപോലെ ഇത് ശരിക്കും വൈകുന്നേരം നമ്മൾ യാത്ര പോയില്ലെങ്കിൽ തന്നെ 3 പ്രാവശ്യം വൈകുന്നേരമായാൽ അസ്റിന് ശേഷം നാം പ്രാർത്ഥിക്കേണ്ടതാണ്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. അള്ളാഹു സൃഷ്ടിച്ച ദുർസൃഷ്ടികളുടെ ഷർറിൽ നിന്ന് നാം അള്ളാഹു സമ്പൂർണ്ണമായ വചനങ്ങളാൽ ശരണം തേടുന്നു, അഭയം തേടുന്നു. അതുകൊണ്ടാണ് ഈ ഹദീസ് ധരിച്ചുകൊണ്ടാണ് ഇമാം അഹ്മദൊക്കെ പല ഇമാമികളും പറഞ്ഞത് ലാ യുസ്തആദു ബി മഖ്ലൂഖ്, ഒരു സൃഷ്ടിയോടും അഭയം ചോദിക്കാൻ പാടില്ല. അഥവാ ഈ ഇബാദത്തായ ഇസ്തിആദ. അപ്പം അഊദു ബില്ലാഹി അല്ലെങ്കിൽ അഊദു ബി കലിമാത്തില്ലാഹി അല്ലെങ്കിൽ ബി അദമത്തില്ലാഹി ഒരു സഹീഹായ ഹദീസിലുള്ള പ്രാർത്ഥനയാണല്ലോ. വ അഊദു ബി അദമതിക അൻ ഉഗ്താല മിൻ തഹ്തി. അതായത് കീഴ്ഭാഗത്തിലൂടെ നാം അശ്രദ്ധനായിക്കൊണ്ട് വഞ്ചിതനാകുകയോ അല്ലെങ്കിൽ കൊലപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് ശരണം തേടുന്നു. അതിൽ ഇഖ്തിയാർ എന്ന് പറഞ്ഞാൽ ഒരാളെ പെട്ടെന്ന് അയാൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അയാളെ കൊലപ്പെടുത്തുക അല്ലെങ്കിൽ അയാളെ വഞ്ചിക്കുക. അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് ഞാൻ നിൻ്റെ മഹത്വത്തിൽ നിന്ന് ശരണം തേടുന്നു. മാഹാത്മ്യം, അതാണ് അള്ളാഹുവിൻ്റെ ആദമത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സിഫത്താണത്. അതേപോലെ അൽ-ഇസ്തിആദു ബിൽ അംവാത്ത്, മരിച്ചവരോട് ശരണം തേടുക. അല്ലെങ്കിൽ കാര്യകാരണങ്ങൾക്ക് അതീതമായി തന്നെ ജീവിച്ചിരിക്കുന്നവരോട് സഹായം ചോദിക്കുക. ഇപ്പം ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ അയാൾ പറയുകയാണ് എനിക്ക് മഴ വർഷിപ്പിച്ച് തരണം, അല്ലെങ്കിൽ എനിക്ക് കുട്ടിയെ തരണം, സന്താനമില്ല, കുട്ടിയെ നൽകണം എന്ന് ജീവിച്ചിരിക്കുന്ന ആൾക്കാർ പറഞ്ഞാൽ തന്നെ എന്തായി മാറി? അത് ശിർക്കായി മാറി. അത് അള്ളാഹുവിനെ മാത്രം കഴിവിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹു തആല ഈ മക്ക മുശ്രിക്കീങ്ങളിൽപ്പെട്ട ഭൗതിക വിശ്വാസികളെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ അള്ളാഹു പറഞ്ഞത്? അന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖ. അതായത് ഒരു മനുഷ്യവർഗത്തിൽപ്പെട്ട പുരുഷന്മാർ ജിന്ന് വർഗത്തിൽപ്പെട്ട പുരുഷന്മാരോട് അഭയം ചോദിച്ചു. ഫസാദൂഹും റഹഖ, അവർക്ക് തിന്മ വർദ്ധിപ്പിച്ചു കൊടുത്തു. അപ്പോൾ എന്തായിരുന്നു അവരുടെ രീതി? ഈ ബൗദ്ധ വിശ്വാസികൾ ഒരു മരുഭൂമിയിലെ ഒരു താഴ്വരയിലേക്ക് അവർ എത്തിക്കഴിഞ്ഞാൽ അവർ പ്രാർത്ഥിക്കുമത്രേ അഊദു ബി സയ്യിദി ഹാദൽ വാദി മിൻ സുഫഹാഇ ഖൗമിഹി. പിശാചുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് അവർ ജിന്നുകളോട് ശരണം തേടും. ജിന്നിൻ്റെ നേതാവിൽ നാം അഭയം അർപ്പിക്കുന്നു, ശരണം തേടുന്നു. എന്താണ്? പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ. അതുകൊണ്ടാണ് ഖുർആൻ ഓതുമ്പോൾ പിശാച് വരും, നമസ്കരിക്കുമ്പോൾ പിശാച് വരും. ഇപ്പോഴൊക്കെ എന്താണ് നമ്മൾ ചൊല്ലാറുള്ളത്? പാരായണം തുടങ്ങുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അതേപോലെ തന്നെ നമസ്കരിക്കുമ്പോഴും ഒരു മനുഷ്യൻ പറയാണ് പ്രവാചകനിൽ അഊദു ബിൻ നബിയ്യി മിനശ് ശൈത്വാനിർ റജീം. എന്താണ് അതിൻ്റെ വിധി? അത് ശിർക്കാണ്. അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ഇസ്തിആദത്താണത്. അതുകൊണ്ടാണ് ഈ ജിന്നിനോടുള്ള സഹായ ചോദ്യം ഈ ആയത്ത് എന്നത് പ്രകാരം അതെന്താണ്? ശിർക്കാണെന്ന് പണ്ഡിതന്മാർ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കാനുള്ള കാരണം. 4-ാമത്തെ ഇനം എന്താണ്? അൽ-ഇസ്തിആദതു ബിമാ യുംകിനുൽ ഔദു ബിഹി മിൻ മഖ്ലൂഖീൻ മിൻ ബശർ. സഹായം ചോദിക്കാൻ പറ്റുന്ന രൂപത്തിൽ, സാധ്യമാകുന്ന രൂപത്തിൽ സൃഷ്ടികളുടെ കഴിവിന് പരിധിയുള്ള കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കുക. അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൽ നാം അഭയം തേടുക. ഇതെന്താണ്? ജായിസാണ്. അഥവാ ശിർക്കിയായി നാം പറഞ്ഞ ആ കാര്യങ്ങളും ഇല്ലാത്ത സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യം, അതിൻ്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടിയിൽ അഭയം തേടുക, അഭയം ചോദിക്കുക. അപ്പോൾ ഇതിന് തെളിവായിട്ടൊരു ഹദീസ് നാം ഉദ്ധരിക്കുന്നു.
ഇമാം സഹീഹായ ഹദീസിൽ സഹീഹ് മുസ്ലിമിലുള്ള ഒരു ഹദീസാവുന്നു, അബൂ മസ്ഊദ് അൻസാരി റളിയല്ലാഹു അൻഹു ഒരു സഹാബിയാണ്. അദ്ദേഹത്തിന് ഒരു അടിമയുണ്ടായിരുന്നു. ആ അടിമയെ അയാൾ അദ്ദേഹം ഒരു ദിവസം നല്ലവണ്ണം അടിച്ചപ്പോൾ നബി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഈ അടിമ പറഞ്ഞു, അഊദു ബി റസൂലില്ല, അള്ളാഹുവിൻ്റെ റസൂലിൽ ഞാൻ അഭയം തേടുന്നു. അപ്പോൾ ആ സഹാബി അയാളെ ഉപേക്ഷിച്ചു. അപ്പം എന്താ അർത്ഥം? ഈ എൻ്റെ യജമാനനായ ഈ അബൂ മസ്ഊദ് എന്ന സഹാബിയുടെ അടിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് നബിയോട് ഞാൻ സഹായം ചോദിക്കുന്നു. നബി അവിടെ ഹാജറുണ്ട്. അപ്പോൾ എന്താണ് ജായിസായ ഇസ്തിആദയാണ്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഒരു അക്രമിയായ ഒരു മനുഷ്യൻ നമ്മെ ആക്രമിക്കാൻ വരുന്നു. അപ്പോൾ നമ്മുടെ അയൽവാസിയായ നമ്മുടെ സുഹൃത്തിൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്ക് പോയിട്ട് നാം അഭയം തേടി. അതെന്താണ്? ജായിസായ അഭയം തേടലാവുന്നു. അപ്പോൾ ശിർക്കായത് എന്താണ്? കാര്യകാരണങ്ങൾക്ക് അതീതമായി അഭൗതികമായി നമ്മൾ പറയാറുണ്ടല്ലോ, ആ ഇസ്തിആദത്താണ് ആകുന്നു അത് ഷിർക്കൻ ഇസ്തിആദ. എന്നാൽ ഇസ്തിആദയ്ക്ക് പല ഇനങ്ങളുമുണ്ട്. എന്നാൽ ഷെയ്ഖ് പറയുന്നു, ഷെയ്ഖ് ഉസൈമീൻ കൂട്ടിച്ചേർക്കുന്നു, വലാകിൻ ഇൻ ഇസ്തആദ മിൻ ശർരി ളാലിമിൻ വജബ ഈവാഉഹു വഇആദതുഹു ബിഖദ്രി ഇംകാൻ. അഥവാ ഈ അക്രമിയായ മനുഷ്യരിൽ നിന്ന് ഒരാൾ അഭയം തേടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ, നമ്മളൊരാൾ അഭയം ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? നിർബന്ധമായി നമുക്ക് ഈ അക്രമിയുടെ ഷർറിൽ രക്ഷപ്പെടുത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്, നിർബന്ധമാണ്. وإن استعاذ ليتوصل إلى فعل محظور أو الهرب من واجب حرم إيواؤه. ഇനിയല്ല, അയാൾ ഹറാമായ കാര്യം ചോദിച്ചുകൊണ്ടാണ്, ഹറാമിലേക്ക് എത്തിപ്പെടുവാൻ വേണ്ടിയാണ് അയാൾ അഭയം ചോദിക്കുന്നത്. അപ്പോൾ അഭയം കൊടുത്താൽ എന്തായി മാറി? അത് ഹറാമാണ്. അപ്പോൾ ഇതാകുന്നു ഇസ്തിആദൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇസ്തിആന എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സഹായം ചോദിക്കുക. ഇസ്തിആദ എന്ന് പറഞ്ഞാലോ ശരണം തേടുക. ഇനിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇസ്തിഗാസ. ഇസ്തിഗാസയും ഇസ്തിആനയും ഏകദേശം ഒരേ അർത്ഥമാണ് പൊതുവായി പറയുകയാണെങ്കിൽ. എന്നാൽ പ്രയാസഘട്ടത്തിൽ, ആപൽഘട്ടത്തിലുള്ള സഹായ ചോദ്യത്തിനാണ് എന്ത് പറയാം? ഇസ്തിഗാസ എന്ന് പറയുക. അല്ലാഹു തആല പറയുന്നു, ഷെയ്ഖ് ഉദ്ധരിച്ചതാണ്, വദലീലുൽ ഇസ്തിഗാസ, ഇസ്തിഗാസ ഇബാദത്താകുന്നു, ഇബാദത്തിന് ഒരു ഇനമാകുന്നു. ഏത്? ഇസ്തിഗാസ. അതിന് തെളിവെന്താണ്? ഖൗലുഹു തആല, അല്ലാഹുവിൻ്റെ വചനം, ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും, നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നു, നിങ്ങൾക്ക് അള്ളാഹു ഉത്തരം നൽകി എന്ന് സൂറത്തുൽ അൻഫാലിലെ ആയത്താണിത്. ഈ ആയത്ത് ഇറങ്ങാനുള്ള ഒരു അവതരണ പശ്ചാത്തലമുണ്ട്. അത് ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തതാണ്. ലമ്മാ കാന യൗമു ബദ്രിൻ, ബദ്ർ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൗദ്ധ വിശ്വാസികളിലേക്ക് നോക്കി. നദറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കീന വ ഇദ്ദതിഹിം, ഈ മുശ്രിക്കീങ്ങളുടെ എണ്ണം കൂടുതലായിരുന്നു. എത്രയായിരുന്നു ബദ്ർ യുദ്ധത്തിൽ മുശ്രിക്കീങ്ങളുടെ എണ്ണം? 1000. വിശ്വാസികളോ 300 ചില്ലാനം. അത് എത്രയാണെന്ന് ഒരു പക്ഷേ ഇഖ്തിലാഫ് ഉണ്ടാവും. പറഞ്ഞു വരുന്നത്, അപ്പോൾ വിശ്വാസികൾ വളരെ കുറവായിരുന്നു, അതിൻ്റെ ഇരട്ടി ഉണ്ട് ആര്? മുശ്രിക്കീങ്ങൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയപ്പോൾ നബി പ്രാർത്ഥിച്ചു, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഫസ്തഖ്ബല ഖിബ്ല, ഖിബ്ലക്ക് നേരെ തിരിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ഫജഅല യദ്ഉ വയഖൂലു അല്ലാഹുമ്മ അൻജിസ് ലി മാ വഅദ്തനി, അല്ലാഹുവേ നീ എനിക്ക് നൽകിയ വാഗ്ദാനം നീ നിറവേറ്റിത്ത. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് അല്ലെങ്കിൽ ഇൻ തഹ്ലിക്, രണ്ട് വായനയുണ്ട്. ഇൻ തഹ്ലിക് വായിക്കുകയാണെങ്കിൽ ഹാദിഹിൽ ഇസാബത്തു എന്നാണ് വായിക്കേണ്ടത്. തുഹ്ലിക് നീ നശിപ്പിക്കുക എന്ന് അർത്ഥം വരികയാണെങ്കിൽ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബത്ത എന്ന് വായിക്കേണ്ടത്. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബത്ത മിൻ അഹ്ലിൽ ഇസ്ലാം, ഈ വിശ്വാസികളെ മുസ്ലിമീങ്ങളെ അല്ലാഹുവെ വിഭാഗക്കാൻ നശിപ്പിക്കുകയാണെങ്കിൽ
ഈ ദുനിയാവിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നീ ആരാധിക്കപ്പെടുകയില്ല എന്ന് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. വളരെ താഴ്മയോടെ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് നബിയുടെ തോളിലുണ്ടായിരുന്ന ആ കുപ്പായം അത് നിലത്ത് വീണു എന്നാണ് ഹദീസിൽ ഉള്ളത്. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ അവസ്ഥ കണ്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, കഫാക യാ നബി അല്ലാഹി ബി അബി വ ഉമ്മി, നബിയെ താങ്കളുടെ പ്രാർത്ഥന നിർത്തിവെക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് നൽകിയ വാഗ്ദാനം അപ്രകാരം താങ്കൾ വിജയിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് സന്തോഷ വാർത്ത അറിയിച്ചു. അങ്ങനെയാണ് ഈ ആയത്ത് ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗാസ ചോദിച്ച ആ സന്ദർഭം ഓർക്കുക. ഫസ്തജാബ ലക്കും, അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകി. അപ്പോൾ ഇസ്തിഗാസ ഇബാദത്താകുന്നു എന്നതിനുള്ള തെളിവാണ് ഈ ഉദ്ധരിക്കപ്പെട്ട ആയത്ത്. അപ്പോൾ അള്ളാഹുവിനോടുള്ള സഹായ ചോദ്യമാണ് ഇത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചൊരു കാര്യമാണ്. അപ്പോൾ ആപൽഘട്ടങ്ങളിൽ അള്ളാഹുവിൻ്റെ സഹായം ചോദിക്കുക എന്നത് എന്താകുന്നു? ഇബാദത്താകുന്നു. അത് എപ്പോഴാണ് ശിർക്കാവുന്നത്? അതാണ് നാം പഠിക്കുന്നത്. الاستغاثة بالأموات أو بالأحياء غير الحاضرين القادرين على الإغاثة فهذا شرك. അതായത് അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ, സൃഷ്ടികൾക്ക് കഴിയാത്തതും അല്ലെങ്കിൽ മരിച്ചുപോയ സൃഷ്ടികളോട് സഹായം ചോദിക്കുക എന്താകുന്നു? അത് ശിർക്കിയായ ഇസ്തിഗാസത്താകുന്നു. എന്താ കാരണം? ലിഅന്നഹു ലാ യഫ്അലുഹു, അതിൻ്റെ ന്യായം എന്താകുന്നു? ലിഅന്നഹു ലാ യഫ്അലുഹു ഇല്ലാ മൻ യഅ്തഖിദു അന്ന ലിഹഉലാഇ തസറുഫൻ ഖഫിയ്യൻ ഫിൽ കൗൻ. ഈ പ്രപഞ്ചത്തിൽ ഇവർക്ക് അഭൗതികമായ ശക്തിയുണ്ട്, കഴിവുണ്ട് എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ ശിർക്കിയായ ഇസ്തിഗാസ ചെയ്യൂ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇവിടെ ഇസ്തിഗാസ, മരിച്ചവരോടുള്ള ഇസ്തിഗാസ ശിർക്കാണെന്ന് പറയാനുള്ള കാരണം. മൂന്നാമത്തെ ഇനം എന്താകുന്നു? സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യം ജീവിച്ചിരിക്കുന്ന സൃഷ്ടികളോട് അഥവാ മനുഷ്യരോട് സഹായം ചോദിക്കുക. എന്താണ്? അത് ജായിസാകുന്നു. ഫസ്തഗാസഹു അല്ലദീ മിൻ ശിയഅതിഹി അലല്ലദീ മിൻ അദുവിഹി, ഇതാകുന്നു അതിന് തെളിവ്. സൂറത്തുൽ ഖസസിലെ ആയത്താണത്. അതായത് ഇസ്രായേലിൽപ്പെട്ട ഒരു മനുഷ്യൻ ആരോട് സഹായം ചോദിച്ചു? മൂസാ നബിയോട് സഹായം ചോദിച്ചു. ആരുടെ ഷർറിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്? ഖിബ്തിയായ മനുഷ്യനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ആര് സഹായം ചോദിച്ചു? ആ ഇസ്രായേലിയൻ. അതെന്താണ്? കഴിവിൽപ്പെട്ട കാര്യം ജീവിച്ചിരിക്കുന്ന വ്യക്തിയോടുള്ള സഹായ ചോദ്യമാകുന്നു. ഇത് പ്രയാസഘട്ടമാണ്. അപ്പോൾ ഇസ്തിഗാസ നിരുപാധികമെന്നല്ല, ശിർക്കല്ല, ശിർക്കാകുന്ന അവസ്ഥയുണ്ട്. അതാകുന്നു നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് ശിർക്കാണെന്ന് പറയാനുള്ള കാരണം മരിച്ചവരോടുള്ള അല്ലെങ്കിൽ അള്ളാഹുവിന് മാത്രം കഴിവുള്ള കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കുക. ഉദാഹരണമായിട്ട് ഇപ്പോൾ സൂഫിയാക്കളുടെ വിശ്വാസപ്രകാരം, നമ്മുടെ നാട്ടിലൊക്കെ സൂഫിയാക്കളുടെ വിശ്വാസപ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശിഫ ചോദിച്ചാൽ യാ നബി അല്ലാഹി ഇഷ്ഫിനി അല്ലെങ്കിൽ യാ നബി അല്ലാഹി ഇഗ്ഫിർലി എന്ന് പറഞ്ഞാൽ ശിർക്കാണോ അല്ലെങ്കിൽ ജായിസാണോ? അത് ജായിസാണെന്നാണ്. അപ്പോൾ ഷിഫ നൽകുന്നവൻ ആരാകുന്നു? അള്ളാഹു മാത്രമാണ്. വഇദാ മരിദ്തു ഫഹുവ യശ്ഫീൻ അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബാസ് വശ്ഫി ലാ ശിഫാഅ അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക. അപ്പോൾ അള്ളാഹു ആണ് ഷാഫി, അള്ളാഹു ഷിഫ അല്ലാതെ വേറെ ഷിഫ ഇല്ല എന്നൊക്കെ പഠിപ്പിക്കുമ്പോൾ ഷിഫ സൃഷ്ടിയോട് ചോദിച്ചതുമായി ജീവിച്ചിരിക്കുന്ന ആളാകട്ടെ മരിച്ച ആളാകട്ടെ എന്താണത്? ശിർക്കാണത്. അതേപോലെ പാപമോചനം, പാപങ്ങൾ പൊറുക്കുന്നവനാരാകുന്നു? വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. ഇനി ആ കഴിവ് അള്ളാഹു മൊയ്‌ദി ശേഖിന് കൊടുത്തിട്ടുണ്ടെന്ന് വിശ്വസിച്ചാലും ശിർക്കാണ്. കാരണം അള്ളാഹുവിൻ്റെ കഴിവുകൾ, അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ, അള്ളാഹുവിൻ്റെ ഗുണങ്ങളൊക്കെ സൃഷ്ടികൾക്ക് അള്ളാഹു നൽകി എന്ന് പറഞ്ഞാൽ എന്തായി മാറി? ശിർക്കായി മാറി. കാരണം ക്രിസ്ത്യാനികളുടെ വിശ്വാസം എന്താണ്? അവരുടെ വിശ്വാസപ്രകാരം യേശു സ്വയം പുത്രനായതാണോ? പിതാവിൻ്റെ കഴിവ് പ്രകാരം അഥവാ അള്ളാഹുവിൻ്റെ കഴിവ് പ്രകാരം പുത്രനായതാണ്.
അപ്പം അള്ളാഹുവിനാണ് സ്വയം പര്യാപ്തൻ, അള്ളാഹുവാണ് സ്വന്തം കഴിവുള്ളവൻ, അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ കഴിവിൽ നിന്നാണ് മറ്റുള്ളവർ കൊടുക്കുന്നത് എന്ന വിശ്വാസം മക്ക മുശ്രിക്കുകളുടെ വിശ്വാസമായിരുന്നു. മക്ക മുശ്രിക്കീങ്ങൾ ഒരിക്കലും അവർ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ സ്വയം പര്യാപ്തരാണ് എന്ന വിശ്വാസമുണ്ടായിരുന്നോ? ഇല്ല. ഇതിനൊക്കെ കുറേ വിശദീകരിക്കാനുണ്ട്, ഇപ്പോൾ ഇതിന് സമയമല്ല. ഏതായാലും പറഞ്ഞു വരുന്നത് ഇസ്തിഗാസ എപ്പോഴാണ് ഷിർക്കാവുന്നത്, എപ്പോഴാണ് ഷിർക്ക് ആകാതിരിക്കുന്നത്. അതേപോലെ തന്നെ അൽ ഇസ്തിഗാസതു ബി ഹയ്യിൻ ഗൈരി ഖാദിരിൻ മിൻ ഗൈരി അൻ യഅ്തഖിദ അന്ന ലഹു ഖുവ്വതൻ ഖഫിയ്യ. അതായത് ദുർബലനായ ഒരു മനുഷ്യനോട്, ഒരു സൃഷ്ടിയോട്, ജീവിച്ചിരിക്കുന്ന സൃഷ്ടിയോട് അയാൾക്ക് കഴിയാത്ത കാര്യങ്ങൾ ചോദിക്കുക. അതെന്താണ് പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ദുർബലനായ ഒരു മനുഷ്യൻ മറ്റുള്ള മനുഷ്യർക്ക് സാധിക്കുകയും അയാൾക്ക് സാധിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു കാര്യം അയാളോട് ചോദിക്കുക. അതെന്താണ്? അതാണ് അനാവശ്യം എന്ന് പറയാം. അതിന് ശിർക്കെന്ന് പണ്ഡിതന്മാർ പറയാറില്ല. ഒരു ഉദാഹരണം പറഞ്ഞല്ലേ, ഒരു ദുർബലനായ മനുഷ്യനോട് ഭാരമുള്ള കാര്യം ഏൽക്കാൻ പറയാം. എന്താണ് അത്? ലഘുവാണ്. പണ്ഡിതൻ പറയുന്നു വസുഖീയത്തും, അത് ഒരു പക്ഷേ പരിഹാസമായിരിക്കും. പരിഹാസം. പക്ഷേ പരിഹാസം എന്ന അർത്ഥത്തിലാണെങ്കിൽ അത് ശരിക്കും ഹറാമായി മാറും. മനസ്സിലായി? അല്ലെങ്കിൽ ഇനി ആ ദുർബലനായ മനുഷ്യൻ, അല്ലെങ്കിൽ ഷെയ്ഖ് പറയുന്നു ബിറജുലിൻ മഷ്ലൂലിൻ, വൈകല്യമുള്ള ഒരു മനുഷ്യനോട് സഹായം ചോദിക്കുകയാണ്. ഈ പർവ്വതത്തെ താങ്കൾ നശിപ്പിക്കണം, അല്ലെങ്കിൽ ഈ പാറക്കല്ല്, വലിയ പാറക്കല്ല് താങ്കൾ പൊട്ടിക്കണം എന്ന് പറയുമ്പോൾ അവിടെ പരിഹാസമാണെങ്കിൽ അത് ശരിക്കും തടുക്കപ്പെടേണ്ടതാണ്. ഇനിയല്ല, ഇയാൾക്ക് അഭൗതികമായ ശക്തി ഉണ്ട് എന്ന വിശ്വാസമുണ്ടെങ്കിലോ എന്തായി മാറി? അത് ശിർക്കായി മാറി. അപ്പോൾ അതാണ് ഇതിൻ്റെ മാനദണ്ഡം. ഇനി നമ്മൾ ദീർഘിപ്പിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഈ ഇബാദത്തിൻ്റെ അൻവാഉകൾ, ഇനങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അൽ ഉസൂലു സലാസയുടെ ഒന്നാമത്തെ അസ്ല് പൂർത്തിയായി. എന്താണ് ഒന്നാമത്തെ അസ്ല്? മഅരിഫത്തുൽ അബ്ദി റബ്ബഹു, ഒരു മനുഷ്യന് റബ്ബിനെ അറിയുക. അതാണ് അസ്ലുൽ അവ്വൽ. അസ്ലുൽ സാനി എന്താണ്? മഅരിഫത്തു ദീനിൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച് അറിയുക. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മൾ അടുത്ത ക്ലാസ് മുതൽ ആരംഭിക്കും. അപ്പോൾ ഷെയ്ഖ് അവസാനം പറഞ്ഞ 2 ഇബാദത്തുകളാണ്. ഒന്ന് ബലി അറക്കുക, അറവ് നടത്തുക. അതേപോലെ തന്നെ നേർച്ച നേരുക. ഈ 2 ഇബാദത്തുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വദലീലു ദബ്ഹി, ദബ്ഹ് അറവ് നടത്തുന്നത് ഇബാദത്താകുന്നു. അള്ളാഹുവിൻ്റെ വചനമാണ് തെളിവ്. ഖൗലുഹു തആല ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ പലപ്പോഴും നമസ്കാരത്തിൻ്റെ ആരംഭത്തിൽ ചൊല്ലാറുള്ള ഒരു പ്രാർത്ഥനയാണ്, ഒരു ആയത്താണ്. അതായത് താങ്കൾ പറയുക, നിശ്ചയമായും എൻ്റെ നമസ്കാരം, എൻ്റെ നുസുക്ക്. നുസുക്കിനർത്ഥം വനുസുക്കി, എൻ്റെ അറവ്, ദബ്ഹി, വമഹ്യായ, എൻ്റെ ജീവിതം, വമമാതി, മരണം, ഇല്ലാഹി റബ്ബിൽ ആലമീൻ. ഇപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഇതാവുന്നു ഈ അറവ് ഇബാദത്താവുന്നതിനുള്ള തെളിവാണിത്. ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി. ഇവിടെ ഈ നുസുക്കിൻ്റെ അർത്ഥം തഫ്സീർ പണ്ഡിതന്മാരിൽ സലഫുകളിൽ ജുംഹൂറും അർത്ഥം വെച്ച എന്താണ്? അറവ് എന്നാണ്. ഒമിന സുന്നത്തി, ഹദീസുകൾ തെളിവ് എന്താണ്? ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാവുന്നു. അള്ളാഹു അല്ലാത്തവർക്ക് അറുത്തവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്. അപ്പോൾ അള്ളാഹു അല്ലാത്തവർക്ക് അറുത്തു കഴിഞ്ഞാൽ എന്തായി മാറി? അത് ഷിർക്കാണ്. കാരണം അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ഇബാദത്താകുന്നു ഏത്? അറവ്. അപ്പം അള്ളാഹുവിൻ്റെ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ വേണ്ടി ഒരു കർമ്മമായി, പുണ്യകർമ്മം എന്ന നിലക്ക് നമ്മൾ അറുത്തു കഴിഞ്ഞാൽ എന്തായി മാറി? അത് ഇബാദത്താണ്. അത് ശരിക്ക് ഔലിയാക്ക് സമർപ്പിച്ചു കഴിഞ്ഞാലോ അത് ഷിർക്കായി മാറി. പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നു ഈ നേർച്ചയുടെ വിഷയം നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. അതായത് ഇപ്പം ഈ അറവിൻ്റെ വിഷയം തന്നെ ഇനി മഹാന്മാർക്ക് വേണ്ടി, മഹാന്മാരിലേക്ക് അടുക്കുവാൻ വേണ്ടി, അവരുടെ പൊരുത്തം കിട്ടുവാൻ വേണ്ടി
അറുത്ത് കഴിഞ്ഞാൽ എന്തായി മാറി? ശിർക്കായി മാറി. അതോടൊപ്പം തന്നെ ശിർക്കല്ലാത്ത എന്താണ്? ബിദ്അത്തായ ഒരു ഇനമുണ്ട്. അള്ളാഹുവിനെ പൊരുത്തം കിട്ടാനാണ് അറക്കുന്നത്. പക്ഷേ ഈ അർത്ഥ ഈ ഇബാദത്തിൻ്റെ കൂലി അവർക്ക് സമ്മാനിച്ചുകൊണ്ട് അറുത്താലോ അതെന്തായി? അതാണ് ബിദ്അത്ത്. അങ്ങനെ സംസ്കാരം യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ഇഹ്ദാഉ സവാബ് എന്ന് പണ്ഡിതന്മാർ ഇതിനെ കുറിച്ച് പറയാറുണ്ട്. കൂലി സമ്മാനിക്കുക. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ നാട്ടിലെ ചില പള്ളികളിലും ഈ നമസ്കാരശേഷം എന്തുണ്ട്? ഹദി ചെയ്യുക എന്ന് പറയും. നാം നമസ്കരിച്ച പ്രാർത്ഥിച്ചതിൻ്റെ കൂലിയൊക്കെ പിന്നെ നബിയുടെ, പ്രവാചകൻ്റെ അല്ലെങ്കിൽ മഹാന്മാരുടെ ഹദ്റത്തിലേക്ക് എത്തട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ഈ സംസ്കാരം എന്തല്ല, അത് ശരിക്ക് സഹീഹായ ഹദീസുകളിലൂടെ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയല്ല. മനസ്സിലായില്ലേ? ഇനി അറവ് ഇബാദത്താവുന്ന നാം പഠിച്ചു കഴിഞ്ഞു. എന്നാൽ ഒരു അതിഥി വന്നു കഴിഞ്ഞു, അതിഥിയെ ആദരിക്കാൻ വേണ്ടി നാം അറുത്തു. ആ അറവെന്താകുന്നു? അത് ശരിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിർബന്ധമാക്കിയ ഒരു സൽക്കാരമാകുന്നു. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ദൈഫഹു. പക്ഷേ ഈ അറക്കുമ്പോഴൊക്കെ നിയത്ത് ആർക്കായിരിക്കണം? അള്ളാഹുവിനാണ്. പക്ഷേ ആരെ ആദരിക്കുവാൻ വേണ്ടി? അതിഥിയെ ആദരിക്കുവാൻ വേണ്ടി നാം അറക്കുന്നു, അള്ളാഹുവിന് വേണ്ടി. അതേപോലെ തന്നെ നമുക്ക് ഭക്ഷിക്കാനും അല്ലെങ്കിൽ കച്ചവടം നടത്തുവാനും ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ജായിസാക്കിയ, ഹലാലാക്കിയ അറവിൻ്റെ ഇനങ്ങളാകുന്നു. അതേപോലെ തന്നെ നദ്ർ അവസാനമായി പറയാണ് വദലീലുൻ നദ്രി, നേർച്ച. അത് ഇബാദത്താകുന്നു. ഇതിന് തെളിവെന്താണ്? യൂഫൂന ബിൻ നദ്രി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ. വിശ്വാസികളെക്കുറിച്ച് അള്ളാഹു പറയുന്നു യൂഫൂന ബിൻ നദ്രി, അവർ നേർച്ച, എന്താ പറയുക, യൂഫൂന ബിൻ നദ്രി, നേർച്ച പ്രകാരം അവർ, മലയാളത്തിൽ എങ്ങനെ പറയാം? അൽ വഫാഉ ബിൻ നദ്ർ, നിറവേറ്റുന്നു പറയും. അതെ, യൂഫൂന ബിൻ നദ്രി, നേർച്ച ചെയ്ത് ആ നേർച്ച പ്രകാരം അവർ എന്താണ്? നേർച്ച വീട്ടുക. യൂഫൂന ബിൻ നദ്രി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. ഭയാനകമായ ആ ദിവസത്തെ ഭയക്കുന്നു അവർ നേർച്ച വീട്ടുന്നു. ഇതാകുന്നു ഇബാദത്തായ നദ്ർ. നദ്റിന് തെളിവാണ് ഇവിടെ ഷെയ്ഖ് ഉദ്ധരിച്ചത്. പണ്ഡിതന്മാർ പറയുന്നു നദ്റിൻ്റെ അർത്ഥം രണ്ട് നിലക്ക് നമുക്ക് മനസ്സിലാക്കാം. പൊതുവായി ഒരു മനുഷ്യൻ കർമ്മങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ എന്തായി മാറി? അതൊരു നിലക്കൊരു നദ്റാണത്. അത് നാം ഉദ്ദേശിക്കുന്ന നേർച്ചയല്ല അവിടെ ഉദ്ദേശം. അഥവാ ഒരു മനുഷ്യൻ ഒരു കർമ്മത്തിൽ, ഇപ്പോൾ നമസ്കരിക്കുകയാണ്, നമസ്കാരത്തിൽ പ്രവേശിച്ചു, തക്ബീറത്തുൽ ഇഹ്റാം കിട്ടിയതോടെ, അപ്പോൾ ആ കർമ്മം എന്തായി മാറി? അത് ഭംഗിയായി പൂർത്തീകരിക്കുക എന്നത് ആ മനുഷ്യൻ്റെ ബാധ്യതയാണ്. മനസ്സിലായല്ലോ? ഇതാകുന്നു ഒന്നാമത്തെ നദ്റിൻ്റെ അർത്ഥം, പൊതുവായ അർത്ഥമാണ്. അഥവാ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക, അള്ളാഹുവിന് ഇബാദത്തുകൾ അനുഷ്ഠിക്കുക എന്നർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജ് പറഞ്ഞാണല്ലോ ثم ليقوا تفثهم وليوفوا نذورهم وليطوفوا بالبيت العتيق. അതായത് അവരുടെ കർമ്മങ്ങളൊക്കെ അവർ പൂർത്തീകരിക്കട്ടെ. വൽയൂഫു നുദൂറഹും, അവർ നേർച്ച വീട്ടട്ടെ, നിറവേറ്റട്ടെ. അവിടെ എന്താണ്? കർമ്മങ്ങളാകുന്നു, സൽക്കർമ്മങ്ങൾ. എന്നാൽ നാം ഉദ്ദേശിക്കുന്ന, പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കാനുള്ള നേർച്ചയുണ്ട്, അത് നദ്റുൻ ഖാസ് എന്ന് പറയാം. എന്താണത്? നദ്റുൻ ഖാസ് എന്ന് വെച്ചാൽ നമ്മൾ പറയുകയാണ് അള്ളാഹുവിന് വേണ്ടി ഞാൻ ഈ കർമ്മം ചെയ്യാൻ നേർച്ച നേരുന്നു. അതെന്താകുന്നു? നദ്റുൻ ഖാസാണത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ പറയുകയാണ് അള്ളാഹുവിന് വേണ്ടി ഞാൻ 10 അഗതികൾക്ക്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ നിയത്ത് വെച്ചു, നേർച്ച നേരുന്നു എന്ന് പറയുമ്പം നിർബന്ധമായും ആ മനുഷ്യൻ ആ നേർച്ച പ്രകാരം പ്രവർത്തിക്കണം. ആ 10 പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കണം. മൻ നദറ അൻ യുതീഅ അല്ലാഹ ഫൽയുതീഉഹു. വല്ലവനും അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് പുണ്യകർമ്മം
ചെയ്യാൻ നേർച്ച നേർന്നാലോ നിർബന്ധമായും അവൻ ഫൽ യുതിഉഹു, അവൻ അത് അനുസരിച്ച് കൊള്ളട്ടെ, നിർബന്ധമായും അവൻ ചെയ്തു കൊള്ളട്ടെ. വമൻ നദറ അൻ യഅസിയഹു ഫലാ യഅസി. എന്നാൽ അള്ളാഹു ധിക്കരിക്കാൻ ഒരാൾ നേർച്ച നേർന്നു, ഇത് ചെയ്യേണ്ടത് അയാൾ അത് പ്രവർത്തിക്കാൻ പാടില്ല. അപ്പോൾ ഒരാൾ എന്താ പറയുക, നേർച്ച നേർന്നു. എപ്പോഴാണ് അത് മക്രൂഹ് അല്ലെങ്കിൽ മുഹറമായ നേർച്ച എന്ന് പണ്ഡിതന്മാരെ പഠിപ്പിക്കാനുള്ള കാരണം, നമ്മുടെ കാര്യലാഭത്തിന് വേണ്ടി, നമുക്ക് നേട്ടം കിട്ടുവാൻ വേണ്ടി അതുമായി ബന്ധപ്പെടുത്തുക നേർച്ച. അതായത് എനിക്ക് എൻ്റെ രോഗം ശിഫയാക്കപ്പെട്ടാൽ, അള്ളാഹു ശിഫ ആക്കിയാൽ ഞാൻ 10 ദിവസം നോമ്പെടുക്കും. അതെന്താണ്? അതാകുന്നു നദ്ർ മുഅല്ലഖ്. അത് ശരിക്ക് എന്താണ്, മക്രൂഹാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, ഹറാമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ നഹൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൻ നദ്ർ, നബി നേർച്ച വിലക്കിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? എന്താണത്? ഇപ്പോൾ ഒരാൾ പറയാണ് ഞാൻ അള്ളാഹുവിന് വേണ്ടി 10 ദിവസം നോമ്പ് നോൽക്കാൻ നേർച്ച നേർന്നു, നദ്ർ ചെയ്തു. അത് ഹറാമാണ്, മക്രൂഹാണ്? മക്രൂഹല്ല. പക്ഷേ എനിക്ക് ഒരു നേട്ടം കിട്ടുവാൻ വേണ്ടി, ആ നേട്ടം എനിക്ക് നൽകപ്പെട്ടാൽ ഞാൻ നോമ്പെടുക്കും, സൽക്കരം പ്രവർത്തിക്കും, അല്ലെങ്കിൽ ചെയ്യൂല. അതെന്താണ്? അത് പിശുക്കന്മാരുടെ നേർച്ചയാണ്. അതുകൊണ്ടാണ് നേർച്ച ഒരിക്കലും എന്താണ്, ഒരു തിന്മയും തടുക്കുകയില്ല. ലാ യുഖദ്ദിമു വലാ യുഅഖിർ. അതായത് അള്ളാഹുവിൻ്റെ വിധിയെ അത് തടുക്കുകയില്ല. പക്ഷെ എന്താണ്, വലാകിന്നഹു യുസ്തഖ്റജു മിനൽ ബഖീൽ. അതായത് പിശുക്കൻ്റെ പോക്കറ്റിൽ നിന്ന് ആ നേർച്ച കൊണ്ട് എന്താണ് ഒരു കിട്ടിയ ഉപകാരം എന്താണ്, അയാളുടെ പൈസ അത് പിന്നെ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെട്ടു എന്നല്ലാതെ ശരിക്കും അള്ളാഹുവിൻ്റെ വിധിയെ തടുക്കുകയില്ല നേർച്ച എന്ന് വചനം പഠിപ്പിക്കുന്നു. അപ്പോൾ നേർച്ച എന്താണ് ശരിക്ക്, അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമല്ല. ഏത് നേർച്ച? നദ്റുൽ മുഅല്ലഖ്. ഒരു കാര്യം നമുക്ക് സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, അത് സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ പിന്നെ കർമ്മം പ്രവർത്തിക്കുക, അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുക, അത് ശരിയല്ല. ഇനി ഒരാൾ അങ്ങനെ ചെയ്തു, ഏത് നേർച്ച നേർന്നു, എനിക്ക് അള്ളാഹു ശിഫ നൽകിയാൽ ഞാൻ ഇത്ര നോമ്പെടുക്കും, ഇത്ര നമസ്കരിക്കും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് അയാളുടെ കാര്യം സാധിപ്പിച്ചു കൊടുത്തു. നേർച്ച ചെയ്യുന്നത് ശരിയല്ലെങ്കിലും, അതായത് മുഅല്ലഖായ നേർച്ച നേർന്നത് ശരിയല്ലെങ്കിലും, നേർച്ച പ്രകാരം നേർന്ന കാര്യം പ്രകാരം അനുഷ്ഠിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്താണ്, പുണ്യകർമ്മമാകുന്നു. അതാണ് യൂഫൂന ബിൻ നദ്രി. അവർ നേർച്ച നേർന്ന കാര്യപ്രകാരം അവർ പ്രവർത്തിക്കുന്നു, അത് വീട്ടുന്നു. അപ്പോൾ നേർച്ച വീട്ടുന്നത് എന്താണ്, അത് പുണ്യകർമ്മമാണ്. പക്ഷേ കാര്യം സാധിക്കുവാൻ വേണ്ടി നേർച്ച നേരുന്നതിൻ്റെ വിധി എന്താണ്, അത് ശരിയല്ല, അത് വിലക്കപ്പെട്ടതാണ്. നഹൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൻ നദ്രി. മനസ്സിലായല്ലോ? ഇതാണ് ഇതിൻ്റെ ഒരു വിശദീകരണം. പിന്നെ കർമ്മശാസ്ത്രത്തിൽ പിന്നെ വേറെയും വിശദാംശങ്ങളുണ്ട്. ഒരാൾക്ക് ഒരു നദ്ർ ചെയ്തതിന് ശേഷം ഇപ്പോൾ നോമ്പാണെങ്കിൽ 1 മാസം നോമ്പ് എടുക്കാൻ അയാൾ നേർച്ച നേർന്നു, അയാൾക്ക് സാധിച്ചില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടത്? അയാൾ കഫാറത്തുൽ യമീനിലേക്ക് നീങ്ങുക. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന വറസൂലിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.